ഹായ് ഓൾ, എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്ക്ലൂസീവ്ലി ഫോർ 6th സെമസ്റ്റർ വിദ്യാർത്ഥികളോടാണ്. അടുത്ത തിങ്കളാഴ്ച മുതൽ, അതായത് ഏപ്രിൽ മാസം 28 മുതൽ നിങ്ങളുടെ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങാൻ പോവുകയാണ്. അക്കാഡമിക് കലണ്ടർ അനുസരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്നത് മെയ് 2 എന്നാൽ മെയ് 1 തൊഴിലാളി ദിനവും പബ്ലിക് ഹോളിഡേയും ആയതുകൊണ്ട് മെയ് 2 റിസൾട്ട് വരുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മെയ് 2nd വീക്കിൽ നിങ്ങളുടെ റിസൾട്ടുകൾ വരുമെന്ന്. മോസ്റ്റ് പ്രോബബ്ലി മെയ് 6 തൃശ്ശൂർ പൂരത്തിന് അന്നെന്ന്. ദെൻ 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളോട് വീണ്ടും ആവർത്തിക്കാനുള്ളത്, റിസൾട്ട് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ പ്രോഗ്രാമിന് ഡൈവേഴ്സിഫിക്കേഷനുള്ള ചില സ്കിൽസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. തൊഴിലുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തൊഴിലുണ്ട്, എന്നാൽ തൊഴിലില്ലായ്മ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത് തർക്കമില്ലാത്ത വിഷയമാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പണ്ടത്തെ കാലത്ത് 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ, +2 ഉണ്ടെങ്കിൽ, ഡിഗ്രി ഉണ്ടെങ്കിൽ, ഹയർ സ്റ്റഡീസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ജോലി കിട്ടിയേനെ. ഇന്നത്തെ കാലത്ത് എല്ലാ വിദ്യാർത്ഥികളും ഒരുവിധമൊക്കെ പഠിക്കുന്നവരാണ്. കോമ്പറ്റീഷൻ ഫീൽഡും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റും കൂടുതലാണ്. ആയതുകൊണ്ട് മെച്ചപ്പെട്ട ജോലി കിട്ടണമെങ്കിൽ കുറ്റമറ്റ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രമാണ്, അത് സ്മാർട്ട് വർക്കിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമാണ് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇനി 6ാം സെമസ്റ്റർ റിസൾട്ട് ഒരു സെമസ്റ്ററിൽ മാത്രം ഒരു വിഷയത്തിന് തോറ്റുപോയി എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. നിങ്ങൾ ഡിജക്റ്റഡ് ആവരുത്, ഇറിറ്റേറ്റഡ് ആവരുത്. ഇപ്പോൾ പോയാൽ തന്നെ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം എഴുതാനുള്ള ഒരു മനഃശക്തി ഉണ്ടാവണം. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് ഓൺ കോഴ്സിന് ചേരണം. എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെങ്കിൽ അത് പഠിക്കണം. അത് മാക്സിമം സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ജോലികളാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ എഴുതി ആ സ്കില്ലിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നറീഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ജോലികൾ കിട്ടിയിരിക്കും. പണ്ടത്തെ കാലത്തുള്ള ഒരു അവസ്ഥയല്ല എന്നുള്ളത്. ദെൻ ആൻഡ് നൗ എന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ വലിയൊരു മാറ്റമാണുള്ളത്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഹൗ ടു ഏൺ മണി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ പറഞ്ഞ കാര്യം പല യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള യൂണിവേഴ്സിറ്റി ഒരിക്കൽ പോലും ഇതിനെക്കുറിച്ച് പഠിപ്പിച്ച് തരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, എക്സ്ക്ലൂസീവ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ. ആയതുകൊണ്ട് ഡിഗ്രി റിസൾട്ട് അനുകൂലമാവട്ടെ. അതിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രോഗ്രാം ഏതാണോ ആ പ്രോഗ്രാമിന് വേണ്ട ചില കാര്യങ്ങൾ, ഇപ്പോൾ ആഡ് ഓൺ കോഴ്സ് ആണെങ്കിൽ ആഡ് ഓൺ കോഴ്സ്, അല്ലെങ്കിൽ ഡിപ്ലോമ, AI ജനറേറ്റഡ് ആയിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നു ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ പലധികം ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ജോബ്സ് ഡെസിഗ്നേഷൻ പറയാം. പക്ഷേ പഠിക്കുന്നത് നിങ്ങളാണ്, ജോലി ചെയ്യേണ്ടതും നിങ്ങളാണ്. നമ്മൾ എന്ത് തന്നെ പറയുകയാണെങ്കിലും അതിനെ മാർക്കറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാൻവാസ് ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ആ കാര്യങ്ങൾ ചെയ്യുക. റിസൾട്ട് അടുത്ത് എത്തുമ്പോൾ പല വിദ്യാർത്ഥികളും ഉണ്ടാകുന്ന പല സംശയങ്ങളുണ്ട്. അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇൻ്റർവ്യൂ രീതിയിലൊക്കെ ഇതിനെപ്പറ്റി ക്ലാസ്സുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ചെയ്യാം. എനിവേ, ഡിഗ്രി എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ റിസൾട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട്, അതായത് നിങ്ങൾ എഴുതി കഴിഞ്ഞു, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്, ആഫ്റ്റർ ഡിഗ്രി ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നിങ്ങൾ കുറച്ചും കൂടി പ്ലാനിങ് നടത്തിയിരിക്കണം. ഇതൊരു പ്രൊഫഷണൽ കോഴ്സല്ല എന്ന് പറയുന്നവരോട് ഇത് പ്രൊഫഷനാണ് എന്ന് നിങ്ങൾ ചങ്കുറപ്പോട് കൂടി പറയണമെങ്കിൽ നമ്മുടെ സ്കില്ല് കുറച്ചും കൂടി വർദ്ധിപ്പിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അതിനുള്ള കാര്യങ്ങൾ യൂട്യൂബ് വഴിയോ കരിയർ ഗൈഡൻസ് വഴിയോ മെൻറ്റർ മെൻറ്റി റിലേഷൻഷിപ്പ് വഴിയോ വളർത്തിയെടുക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.